മാസത്തിന് തുല്യമായി തോന്നുന്ന 12 വാക്യങ്ങള്, അതിന്റെ അവസാനത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് 12 അക്ഷരങ്ങളാണ് അതിലുള്ളത്. അതിലേറെ അത്ഭുതം അല്ലാഹു കൊണ്ട് ആരംഭിക്കുകയും അല്ലാഹുവിൽ അവസാനിക്കുകയും ചെയ്യുന്ന വാക്കുകളാണ് വിശുദ്ധമായ വാങ്കൊലിയുടെ ഏറ്റവും വലിയ അത്ഭുതം. സുബ്ഹാനല്ലാഹ്. 5 നേരമാണിത് ഉച്ചരിക്കപ്പെടുന്നത്. 5 നേരം. ഓരോ കർമ്മത്തിനും ഇസ്ലാമിൽ കൂലി 1-ന് 10 അങ്ങനെയാണെങ്കിൽ 5 നേരത്തെ വാങ്കൊലിക്ക് 50 അല്ലാഹു കൂലി നൽകാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വാങ്കൊലിയുടെ 12 വാക്യങ്ങളിൽ നമ്മൾ എണ്ണിക്കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ മുതൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വരെയുള്ള വാക്കുകൾ എടുത്തു നോക്കിയാൽ 50 വാക്കുകളാണ് അതിനകത്ത് കിടക്കുന്നത്. നോക്കണം, 5-ന് 1-ന് 10 50 അതിന്റെ കൂലിയെങ്കിൽ വാങ്ങിന്റെ വാക്കുകളുടെ എണ്ണം 50. വാങ്ങിന്റെ അവസാനത്തെ വാക്യം 12 അക്ഷരങ്ങൾ. വാങ്ങിന്റെ വാക്യങ്ങൾ മൊത്തത്തിൽ 12. അല്ലാഹുവിന്റെ നാമമല്ലേ ഇത്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു എന്ന വാക്യം ഉണ്ടാകുന്നത് അറബിയിലെ 3 അക്ഷരങ്ങൾ കൊണ്ടാണ്. അലിഫ് ലാം ഹാ. അലിഫ് ലാം ഹാ, ഇതാണ് അല്ലാഹ് എന്ന് നമ്മൾ വായിക്കുന്നത്. ഈ 3 അക്ഷരങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വരെ, വാങ്ങിന്റെ തുടക്കം മുതൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വരെ അല്ലാഹ് എന്ന വാക്കിൽ ഉപയോഗിച്ച അലിഫും ലാമും ഹാവും എത്ര തവണ ഉപയോഗിച്ചു എന്ന് എണ്ണി നോക്കൂ. 112 തവണയാണ്. 112 തവണ. ആ 112ന്റെ അത്ഭുതമുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയ ഒരു സൂറയുണ്ട്, സൂറത്തുൽ ഇഖ്ലാസ്. നമുക്കൊക്കെ അറിയുന്ന സൂറ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖുൽ ഹുവല്ലാഹു അഹദ്. പറയുക നബിയേ, ഹുവല്ലാഹു അഹദ്, ഹി അല്ലാഹ്. Allah is the one and only God. Allahu ഒരേ ഒരുത്തൻ മാത്രമാണ്. Allahu Samad. Allah is the self eternal. Lam yalid walam yulad. He begets not, nor was he begotten. Walam yakul lahu kufuwan ahad. There is nothing comparable to him. അല്ലാഹുവിന് തുല്യമായിട്ട് ഒന്നുമേ ആരുമേ ഇല്ല. അല്ലാഹുവിന്റെ മക്കളില്ല, മാതാപിതാക്കളില്ല. അവൻ ജനിച്ചവനല്ല, അവൻ ആർക്കും ജന്മം നൽകിയതുമല്ല. അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനായ സർവേശ്വരനായ ഒരുത്തനാണ്. അല്ലാഹു സ്വമദ്. ഖുൽ ഹുവല്ലാഹു അഹദ്. ഹി ഈസ് ദ വൺ ആൻഡ് ഓൺലി. അവൻ ഏകൻ മാത്രമാണ്. അവനാണ് ഏകനായവൻ. സർവത്തിലും എല്ലാറ്റിലും അവന്റെ ആട്രിബ്യൂട്ടുകളിൽ, അല്ലാഹുവിൽ അവൻ ഒരുത്തനാണ്. ഇങ്ങനൊരാശയം അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയ സൂറയാണ് സൂറത്തുൽ ഇഖ്ലാസ്. എങ്കിൽ അല്ലാഹു എന്ന വാക്കിൽ ഉപയോഗിച്ച അലിഫ് ലാം ഹാ എന്ന അക്ഷരങ്ങൾ 112 തവണയാണ് വാങ്കൊലിയിൽ ഉപയോഗിച്ചതെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ് വിശുദ്ധ ഖുർആനിലെ 112ാമത്തെ സൂറയാണ്. 112 തവണയാണ് ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചത്. ഖുർആനിലെ 112ാമത്തെ സൂറ സൂറത്തുൽ ഇഖ്ലാസുമായി ബന്ധിക്കുന്ന ആശയമാണ് വാങ്കൊലിയിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു തആലയുടെ ഈ വാക്കുകളുടെ അത്ഭുതമൊന്ന് നോക്കൂ. സുബ്ഹാനല്ലാഹ്. അലിഫും ലാമും ഹാവും അല്ലാഹുവിനെ പ്രതിനിധാനം ചെയ്യുന്ന ഈ വാക്കുകളിൽ ഓരോ അക്ഷരവും എത്ര തവണ ഉപയോഗിച്ചു? അലിഫ് 47 തവണ, ലാം 45 തവണ, ഹാ 20 തവണ. വാങ്കുളിക്കുന്ന വാക്കുകളിൽ 47 തവണ അലിഫുണ്ട്, 45 തവണ ലാമുണ്ട്. ഹാ അല്ലാഹ് 20 തവണ ഹാ ഉച്ചരിച്ചിട്ടുണ്ട്. ഇതിനെ മൊത്തത്തിൽ കൂട്ടി നോക്കിയാൽ 47 പ്ലസ് 45 പ്ലസ് 20, 20 പ്ലസ് 45 പ്ലസ് 47 എത്രയാണ്? 112 ആണ്. അത് 112. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന സൂറയും 112. അല്ലാഹ് എന്ന വാക്കിൽ ഉപയോഗിച്ച 3 അക്ഷരങ്ങൾ വാങ്കിൽ മൊത്തം ഉപയോഗിച്ചതും 112 തവണ. 112 7ന്റെ ഗുണിതമാണ്. ഖുർആനിലെ അത്ഭുതപ്പെടുത്തുന്ന അക്കമാണ് 7ഉം 19ഉം. 7 times 16 is equal to 112. 16നെ 7 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് 112. ഈ മഹാത്ഭുതം മനുഷ്യന് ചെയ്യാൻ കഴിയില്ല. ഇത് മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതല്ല. സുബ്ഹാനല്ലാഹ്.
17 തവണയാണ് ഫർള് നിസ്കാരങ്ങളിലെ റക്അത്ത് 5 നേരത്തെ വാങ്കുലിയാൽ. നമ്മൾ നിസ്കരിക്കുന്ന 5 നേരത്തെ നിസ്കാരം ഫജ്ർ മുതൽ ദുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, ഇതിന്റെ റക്അത്തുകളുടെ എണ്ണം 17 ആണെങ്കിൽ വാങ്കിൽ ആവർത്തിക്കപ്പെടാതെ വന്ന അക്ഷരങ്ങൾ അല്ലാഹു അക്ബർ മുതൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വരെയുള്ള വാക്യങ്ങളെ ഉണ്ടാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത അക്ഷരങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ആവർത്തിക്കാത്ത അക്ഷരങ്ങള് 17 തവണയാണ്. 17 അക്ഷരങ്ങളാണ്. അലിഫ്, ലാം, ഹാ, ഖാഫ്, ബാ, റാ, ഷീൻ, ദാൽ, നൂൻ, മീം, ഹാ, സീൻ, വാവ്, യാ, ഐൻ, സ്വാദ്, ഫാ. സുബ്ഹാനല്ലാഹ്. 17 അക്ഷരങ്ങളെ കൊണ്ടാണ് അല്ലാഹു ഈ വാക്യം ഉണ്ടാക്കിയത്. 5 നേരം വിളിച്ചു പറയേണ്ട വാക്യങ്ങളാണിത്. 5 നേരത്തെ നിസ്കാരം കൊണ്ട് നമ്മൾ നിർവഹിക്കുന്നത് 17 റക്അത്തുകളാണ്. 17 അക്ഷരങ്ങളെ കൊണ്ട് 17 റക്അത്തുകളിലെ ബന്ധിപ്പിക്കുന്ന അത്ഭുതമാണ് വാങ്കുലി അത്ഭുതമാണ്. ഈ വാക്യങ്ങൾ മനുഷ്യന് കൊണ്ടുവരാൻ കഴിയില്ല. ഇതിലേറ്റവും അത്ഭുതപ്പെടുത്തുന്നത് വാങ്കിന് അദാൻ എന്നാണ് പറയാ. അദാൻ ഉറുദുവിലൊക്കെ പറയുമ്പോൾ അസാൻ എന്ന് പറയുന്നത് അദാൻ. വാങ്കിനെ സൂചിപ്പിക്കുന്ന വാക്യങ്ങൾ അല്ലാഹു അദ്ദന, മുഅദ്ദിനുൻ, അദ്ദിൻ എന്ന് 3 വാക്കുകളാണ് ഖുർആൻ ഉപയോഗിച്ചത്. വാങ്ക് വിളിക്കുക, വിളിച്ചു പറയുക എന്നർത്ഥത്തിൽ. അദ്ദന ഖുർആനിൽ 2 തവണയാണ് വന്നത്. മുഅദ്ദിൻ വാങ്ക് വിളിക്കുന്ന മുഖ്തിക്കൊക്കെ നമ്മൾ മുഅദ്ദിൻ എന്ന് പറയാ. വാങ്ക് വിളിച്ചു പറയുന്ന ആള്. ആ മുഅദ്ദിൻ എന്ന വാക്ക് വിശുദ്ധ ഖുർആൻ മുഴുവൻ എടുത്താൽ 2 തവണയാണ്. പിന്നെ അദ്ദിൻ ഇബ്രാഹിം നബിയോട് അദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിർ وعلى كل ضامر يأتين من كل فج عميق. അത് 1 തവണയാണ് വന്നത്. നോക്കണം, അദാൻ വാങ്കുലിയുടെ ആശയമുള്ള 3 വാക്കുകളെ ഖുർആനിലുള്ളൂ. അദ്ദന 2 തവണ, മുഅദ്ദിൻ 2 തവണ, അദ്ദിൻ 1 തവണ. 5 വാക്കുകളാണ് വിശുദ്ധ ഖുർആനിൽ വാങ്കുമായി സൂചിപ്പിക്കുന്ന വാക്കുകൾ. 5 എണ്ണമേ വന്നിട്ടുള്ളൂ. 5 നേരമാണ് വാങ്കുവിളിയും. 5 നേരത്തെ വാങ്കുവിളിയിലേക്ക് സൂചിപ്പിക്കാൻ വിശുദ്ധ ഖുർആനിൽ ഒന്നാകെ നമ്മൾ തെരഞ്ഞു നോക്കിയാൽ വാങ്കുമായി ബന്ധപ്പെട്ട വാക്കുകളും 5 തവണ തന്നെ. സുബ്ഹാനല്ലാഹ്, ഇത് മഹാത്ഭുതമാണ്. ഇത് മനുഷ്യന് ചെയ്യാൻ കഴിയാത്തതാണ്. മനുഷ്യ ജീവിതത്തെ, ഇബാദത്തിനെ ആശയങ്ങളുമായി, വാക്യങ്ങളുമായി, അക്കങ്ങളുമായി ബന്ധിപ്പിക്കുന്ന അത്ഭുതകരമായതാണ് നമ്മുടെ വാങ്കുലി. ആ വാങ്കുലി ചെയ്യുന്ന ആളുകൾ അക്സറുൻ അത്വലുഹും അനാഖൻ യൗമൽ ഖിയാമ, നാളന്ത്യനാളിൽ കഴുത്തുകൾക്ക് നീളമുണ്ടാവുകയും മനുഷ്യർക്കിടയിൽ തിരിച്ചറിയപ്പെടാൻ കഴിയുന്ന വിധം അല്ലാഹു ശാരീരിക ഭംഗി കൊടുക്കുകയും ചെയ്യുന്നത് മുഅദ്ദിനുമാർക്കാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മൾ പറയുന്നതും കേൾക്കുന്നതും അല്ലാഹു സ്വീകരിക്കട്ടെ. ആദ്യത്തെ മുഅദ്ദിനാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു. മുത്തുനബി തങ്ങൾ ബിലാൽ എന്നവരോട് നിസ്കരിക്കണം ബിലാലെ എന്ന് പറയാൻ നബി തങ്ങൾ ഉപയോഗിച്ചിരുന്നൊരു പ്രയോഗമുണ്ട്. അരിഹ്നാ ബിഹാ യാ ബിലാൽ, അരിഹ്നാ ബിഹാ യാ ബിലാൽ. ബിലാലെ നിസ്കാരം നിലനിർത്തണേ, നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കണേ, വാങ്ക് വിളിക്കണേ. അരിഹ്നാ ബിഹാ, അങ്ങനെ നമുക്ക് സന്തോഷം നൽകണേ, സമാധാനം നൽകണേ. നിസ്കാരം സമാധാനമാണ്. നമുക്ക് അങ്ങനെ തോന്നാറുണ്ടോ? അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നിൽക്കുകയും അല്ലാഹു അക്ബർ, പടച്ചവനെ അല്ലാഹു അക്ബർ നമ്മൾ ചൊല്ലേണ്ടത്. കൈ താഴ്ത്തി വെച്ചിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമ്മുടെ ചെവിക്കുന്നിന്റെ താഴെ നമ്മുടെ ഈ തള്ളവിരലുകൾ എത്തുന്നു അല്ലേ? എന്നിട്ട് കൈ പിന്നെ മിണ്ടാണ്ട കൈ കെട്ടേണ്ടത്. അല്ലാഹു അക്ബർ, ഇവിടെ പിന്നെ മിണ്ടാണ്ട കെട്ടണം. അല്ലാഹു അക്ബർ ഇങ്ങനെയല്ല കെട്ടേണ്ടത്. അല്ലാഹു അക്ബർ. അല്ലാഹുവേ നീ ഏറ്റവും വലിയവനാണെന്ന് പറയുമ്പോ ബാക്കിയെല്ലാം പിന്നിലോട്ട്, നീയല്ലാത്തതൊക്കെ ബേക്കോട്ട് പോകട്ടെ, നീയാണ് റബ്ബേ വലുത്. അങ്ങനൊരാശയം ആ കൈകെട്ടുന്നതിലുണ്ടത്രേ. അല്ലാഹു അക്ബർ, ബാക്കിയെല്ലാം ബാക്കിലാണ്, എന്റെ റബ്ബ് മാത്രമാണ് മുമ്പിൽ. അല്ലാഹുവേ നിന്റെ വിഷയം ഏറ്റവും വലുതാണ്. തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുകയാണ്.
ബിലാലെ വാങ്ക് വിളിക്കൂ, സമാധാനം തരൂ. ഇതാ നബി തങ്ങൾ പറയാ, അരിഹ്നാ ബിഹാ യാ ബിലാൽ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാനും എൻ്റെ വാപ്പ മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ തങ്ങളും ഞങ്ങളുടെ അൻസ്വാരിയായ ബന്ധുവിന്റെ വീട്ടിലേക്ക് ചെന്നപ്പോ നിസ്കാരത്തിന് നേരമായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം വീട്ടുകാരി പെണ്ണിനോട് പറഞ്ഞു, ഇത്തൂനി ബിവദൂഇൻ ലഅല്ലി യുസല്ലി ഫഅസ്തരീഹ്. വുദൂ എടുക്കാനുള്ള വെള്ളം കൊണ്ടുവരൂ, ഒന്ന് നിസ്കരിക്കട്ടെ, ഒന്ന് വിശ്രമിക്കട്ടെ. അപ്പൊ ഞങ്ങൾക്ക് എന്തായി പറയും, നിസ്കരിക്കട്ടെ, വിശ്രമിക്കട്ടെ. ഫഅസ്തരീഹ, എനിക്കൊന്ന് വിശ്രമിക്കണം, നിസ്കരിച്ചിട്ടൊന്ന് വിശ്രമിക്കട്ടെ. അപ്പൊ നിസ്കാരം വിശ്രമാണോ? ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നോക്കിയപ്പോ ആ അൻസാരിയായ ഞങ്ങളുടെ ബന്ധു പറഞ്ഞു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ. നിങ്ങൾ എന്തിനാണ് അത്ഭുതപ്പെടുന്നത്? മുത്തുനബി തങ്ങൾ പറയുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. ഖും യാ ബിലാൽ ഫഅരിഹ്നാ ബിസ്സലാഹ്. ബിലാലെ എഴുന്നേൽക്കണേ, ബിലാലെ വാങ്ക് വിളിക്കണേ. ഫഅരിഹ്നാ ബിസ്സലാഹ്, നിസ്കാരം കൊണ്ട് വിശ്രമം നൽകണേ ബിലാലെ. നിസ്കാരം ഒരു വിശ്രമം, അതുകൊണ്ടൊരു സമാധാനം, അതുകൊണ്ടൊരു ആശ്വാസം. ബിലാലെ നിസ്കാരം കൊണ്ട് ആശ്വാസം തരൂ. ഇഖാമത്ത് കൊടുക്കാൻ ഞങ്ങൾ അതാ പറയാ, ബിലാലെ നിസ്കാരം കൊണ്ടൊരു ആശ്വാസം തരൂ. നമുക്ക് നിസ്കരിക്കല്ലേ, അത് ആശ്വാസമല്ലേ, അതൊരു സമാധാനമല്ലേ. അങ്ങനെ ഹബീബിന്റെ കൂടെ നിഴല് പോലെ ജീവിക്കാൻ കഴിഞ്ഞ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഈമാനിന്റെ ആ വെളിച്ചം ഹൃദയത്തിലേക്ക് ലഭിക്കുകയും ആദ്യം പരസ്യമായി ഇസ്ലാം വിളിച്ചു പറയാൻ ധൈര്യം കാണിക്കുകയും ചെയ്ത 7 പേരിൽ ഒരാളാണ് ബിലാൽ ഇബ്നു റബാഹ്. കാന അവ്വല മൻ ളഹറ ഇസ്ലാമഹു സബ്അ. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാറുണ്ട്, ഇസ്ലാം വിശ്വസിച്ചിട്ട് കുറെ ആളുകൾ മിണ്ടാണ്ട് നടന്നു. എത്രയോ ആളുകൾ ഇന്ന് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്, പക്ഷെ ഒരു പേര് മാറ്റൂല. അവരങ്ങനെ തന്നെ അറിയപ്പെടാൻ ഇഷ്ടപ്പെടുന്നു. എന്തെന്നറിയോ? വെറുതെ അനാവശ്യമായ കേസും കൊലപാതക ശ്രമങ്ങളും നാട്ടിൽ ജീവിക്കാൻ വിടാണ്ടിരിക്കുകയും അങ്ങനെയൊക്കെയുള്ള കുറെ ഫനാറ്റിക്കുകൾ പിന്നാലെ കൂടാണ്ടിരിക്കാൻ അങ്ങനെ തന്നെ പേര് വെച്ച് ജീവിക്കുന്ന എത്രയോ വിശ്വാസികൾ ലോകത്തുണ്ട്. യൂറോപ്യൻ നാടുകളിൽ എത്രയോ ആളുകളുണ്ട്, പേര് മാറ്റിയിട്ടില്ല. അവർ ജോണും ജോസഫും പീറ്ററും പല തരത്തിലുള്ള ആൻഡ്രിയും ഒക്കെയാണ്, പക്ഷേ അവർ മുസ്ലിമീങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. ബിലാൽ എന്നവരെ ഉറക്കെ പറഞ്ഞു, എന്തിന് പേടിക്കണം? ആദ്യമായി ഇസ്ലാം ഉറക്കെ വിളിച്ചു പറഞ്ഞ 7 പേര്, ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മൂന്നാമത്തേത് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു, അവരുടെ ഉമ്മയായ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ, പിന്നെ റോമക്കാരനായ സുഹൈബ് റളിയല്ലാഹു അൻഹു, ആറാമത്തേത് ബിലാൽ ഇബ്നു റബാഹ്, പിന്നെ 7ാമത്തേത് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ 7 പേരാണ് മക്കയിൽ ആദ്യമായി വിശ്വാസം ഉറക്കെ വിളിച്ചു പറഞ്ഞതെന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ ഭാഗ്യമുണ്ടായ ബിലാൽ റളിയല്ലാഹു അൻഹുവും നബി തങ്ങളും ഒരു യാത്രയിലാണ്. ഒരുപാട് സ്വഹാബികൾ കൂടെയുണ്ട്. സൈന്യവുമായി നബി തങ്ങൾ മടങ്ങി വരികയാണ്. ഒരു സ്ഥലത്തെത്തിയപ്പോൾ എന്ന് സ്വഹാബിമാർ പറഞ്ഞു, നബിയെ ലൗ അറസ്ത ബിനാ യാ റസൂലല്ലാഹ്, നബിയെ നമുക്കിവിടെ രാത്രി ഒന്ന് താമസിച്ചാലോ, ഇന്ന് രാത്രി ഇവിടെ തങ്ങിയാലോ എന്ന് സ്വഹാബിമാർ നബി തങ്ങളോട് ചോദിച്ചു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അഖാഫു അൻ തനാമു അനിസ് സ്വലാഹ്, നമുക്ക് യാത്ര തുടരാം. ഈ പാതിരാ നേരത്ത് നമ്മൾ യാത്രക്കിടയിൽ വിശ്രമിക്കാനിരുന്നാൽ നമ്മുടെ സുബഹി നഷ്ടപ്പെടുമോ എന്ന് ഞാൻ പേടിക്കുന്നു. അതുകൊണ്ട് നമുക്ക് യാത്ര തുടരുകയല്ലേ നല്ലത്. നിങ്ങൾ നിസ്കാരത്തിന് എഴുന്നേൽക്കാതെ ഉറങ്ങിപ്പോകുമോ എന്ന് ഞാൻ പേടിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ യാത്ര തുടരാൻ ആരംഭിക്കുന്നത്. ബിലാൽ തങ്ങൾ പറഞ്ഞു, അന ഊഖിലുക്കും ഫൽതജിഉ, നിങ്ങളൊക്കെ കടന്നോളൂ, ഞാൻ നിങ്ങളെ വിളിച്ചുണർത്താം. ആര് പറഞ്ഞു? ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. 1000ഓളം വരുന്ന ആളുകൾ ഹബീബിന്റെ കൂടെയുണ്ട്. അവരൊക്കെ ക്ഷീണിച്ചിട്ടുണ്ട്. ബിലാൽ എന്നവരും ക്ഷീണിച്ചിട്ടുണ്ട്, തങ്ങളും ക്ഷീണിച്ചിട്ടുണ്ട്. പാതിരാവുന്ന പുലർച്ചെ നേരമാണത്. ഉറങ്ങാൻ ഇനി സമയമില്ല, ഉറങ്ങിപ്പോയാൽ എഴുന്നേൽക്കാൻ പ്രയാസവുമാകും എന്ന് കണ്ടപ്പോ ബിലാൽ എന്നവർ തീരുമാനിച്ചു, ഉറങ്ങാതെ കാത്തിരിക്കാം, നിങ്ങൾക്ക് ഞാൻ കാവലായി കാത്തിരിക്കാം, നിങ്ങളൊക്കെ ഉറങ്ങിക്കോളൂ, സുബഹിക്കല്ലേ ഞാൻ വിളിച്ചുണർത്താം. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് കേട്ട് ഫൽതജഉ, അവരെല്ലാം കിടന്നുറങ്ങി.
ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ഉറക്കം വന്നു തുടങ്ങുന്നുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു ഒട്ടകക്കട്ടിൽ അവിടെ താഴെ ഇറക്കി വെച്ചിട്ടുണ്ട്. ആ ഒട്ടകക്കട്ടിലേക്ക് മെല്ലെ ഒന്ന് തലചായ്ച്ചു വെച്ചു. അറിയാതെ ഉറങ്ങിപ്പോയി. ബിലാൽ എന്നവരും ഉറങ്ങിപ്പോയി. അവരെല്ലാം ഉറങ്ങി. സുബഹിക്ക് വാങ്ക് വാങ്ക് അവർ കേൾക്കില്ല, മരുഭൂമിയിലാണ്. സുബഹിയുടെ നേരമായതറിഞ്ഞില്ല. ബിലാൽ എന്നവരും ഗാഢമായ ഉറക്കത്തിലേക്ക് വഴുതിപ്പോയി. അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ എഴുന്നേൽക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. വഖത്തല ഹാജിബുശ് ശംസ്, സൂര്യൻ ഉദിച്ചുയർന്നിട്ടുണ്ട്. സുബഹി ഖളാ ആയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഒരു തീരുമാനമായിരുന്നു അത്. ഉറക്കം കൊണ്ട് മൻ ഗലബതുഹുൻ നൗമു, ഉറക്കം ഒരാളെ അതിജയിച്ചാൽ അതുകൊണ്ട് നിസ്കാരം ഖളാ ആയി പോവുകയോ വൈകി പോവുകയോ ചെയ്യുന്നത് കൊണ്ട് അല്ലാഹു അവർക്ക് ശിക്ഷിക്കുകയില്ല എന്ന മസ്അല ഉമ്മത്തിനെ പഠിപ്പിക്കാൻ ഹബീബായ നബി തങ്ങൾക്കുണ്ടായ അനുഭവമാണത്. അന്നത്തെ സുബ്ഹി സ്വഹാബിമാർക്കും നബി തങ്ങൾക്കും നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. എന്റെ സമയത്ത് കിട്ടിയില്ല. ഗലബതുഹു ഐനായി, നബി തങ്ങൾ ഉറങ്ങുകയാണ്. ആ സമയം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ എന്നവരും ഉണർന്നു. നബി തങ്ങളുടെ അരികത്തേക്ക് വന്നു. തങ്ങൾ എങ്ങനെയാ വിളിക്കുക? ഉമർ എന്നവർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നിങ്ങനെ പറഞ്ഞപ്പോ നബി തങ്ങൾ ഉണർന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ചോദിച്ചു, യാ ബിലാൽ ഐനമാ ഖുൽത, ബിലാലേ നിങ്ങൾ ആ പറഞ്ഞതൊക്കെ എവിടെ പോയി? നിങ്ങളുടെ വാക്ക് കേട്ടല്ലേ ഞങ്ങൾ കിടന്നത്. ബിലാലെ നിങ്ങളല്ലേ വിളിച്ചുണർത്തുമെന്ന് പറഞ്ഞത്? എന്തേ ബിലാലെ, എന്ത് പറ്റി? അല്ലാഹുവിന്റെ റസൂലിനോട് ബിലാൽ എന്നവർ സങ്കടത്തോടെ പറഞ്ഞു, മാ ഉൽഖിയത അലയ്യ നൗമതുൻ മിസ്ലുഹാ ഖത്തു, നബിയേ ഇങ്ങനെ ഒരു ഉറക്കം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാനങ്ങ് ഉറങ്ങിപ്പോയി നബിയേ, ഉറങ്ങാൻ ഉദ്ദേശിച്ചതല്ല. നബി ഞങ്ങൾ നേരം പറഞ്ഞ വാക്കുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ ഖബല അർവാഹകും ഹീന ശാഅ, നിങ്ങളുടെ റൂഹുകളെ അല്ലാഹു പിടിച്ചു വെച്ചു നിങ്ങൾ ഉറങ്ങിയപ്പോൾ. വറദ്ദഹാ അലൈക്കും ഹീന ശാഅ, അവൻ ഉദ്ദേശിച്ചപ്പോൾ നിങ്ങൾക്ക് അല്ലാഹു തിരിച്ചു തന്നു. യാ ബിലാൽ, ബിലാലേ ഖും ഫഅദ്ദിൻ ബിന്നാസി ബിസ്സലാഹ്, നമുക്ക് നിസ്കരിക്കാം ബിലാലേ, വാങ്ക് വിളിക്കൂ, നിസ്കാരം സുബ്ഹി നമുക്ക് ഖളാ വിട്ടേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് നബി തങ്ങൾ പറഞ്ഞു, നമുക്ക് ഇവിടെ നിന്ന് മാറിപ്പോകാം. ഫഇന്നഹാ വാദി ശൈത്വാൻ, ഇവിടെ പിശാചുക്കളുള്ള താഴ്വരയാണിത്, നമുക്ക് ഒരൽപ്പം മാറിയിട്ട് അവിടെ ചെന്ന് നിസ്കരിക്കാം. അവർ മുഴുവനും ജമാഅത്തായി ഹബീബിന്റെ കൂടെ നിസ്കരിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു മരുഭൂമിയിൽ വാങ്ക് വിളിച്ചു റളിയല്ലാഹു തആല അൻ. ഹബീബിന്റെ കൂടെയുണ്ടായ അനുഭവങ്ങൾ മദീന പള്ളിയുടെ മുനാരങ്ങളിലൂടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഈ രണ്ട് വാക്യങ്ങളെ മനോഹരമായി വർഷങ്ങളോളം 10-22 കൊല്ലത്തോളം ഹബീബിന്റെ കൂടെ കഴിയാൻ ഭാഗ്യമുണ്ടായ ഹബീബിന്റെ കൂട്ടുകാരനും സുഹാബിയും സ്വർഗത്തിലാണെന്ന് തങ്ങൾ ഉറപ്പു നൽകുകയും ചെയ്ത ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വാങ്കലിയുടെ പുലിമയാണത്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യില് അന്നൊരിക്കൽ നബി തങ്ങൾ ഒരു പൊതി കണ്ടപ്പോ അതിലെന്തോ കാരക്കയാണ്. തങ്ങൾ ചോദിച്ചു, എന്താ ബിലാലെ നിങ്ങളുടെ കൈകളിലുള്ളത്? നബിയേ, അത് നാളത്തേക്ക് വേണ്ടി, നാളത്തെ ഭക്ഷണമാണ്, നാളത്തേക്ക് വേണ്ടി കുറച്ച് കാരക്ക കരുതി വെച്ചതാണ്. ബിലാലെ, നാളത്തേക്ക് വേണ്ടി കരുതി വെക്കുകയാണോ? അംഫിഖ്, നിങ്ങൾ അല്ലാഹുവിന്റെ വഴിയിൽ അത് ചെലവഴിക്കും. നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ, ഞാനുണ്ടോ, ആരുണ്ട് എന്തറിഞ്ഞു? ഇന്ന് പട്ടിണി കിടക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ അവർക്ക് ബിലാലെ നിങ്ങൾ കൊടുക്കണേ. യാ ബിലാൽ ഇൽഖല്ലാഹ ഫഖീറൻ വലാ തൽഖഹു ഗനിയാ, ഇത് ബിലാൽ എന്നവരോട് നബി തങ്ങൾ കൊടുത്ത മനോഹരമായൊരു ഉപദേശമാണ്. ബിലാലെ, നാളെ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ പോകുന്ന നേരത്ത് ഒരു ദരിദ്രനായി കണ്ടുമുട്ടലാണ് ഒരു പണക്കാരനായി കണ്ടുമുട്ടുന്നതിനേക്കാൾ നല്ലത്. ഇൽഖല്ലാഹ ഫഖീറാ വലാ തൽഖഹു ഗനിയാ, ഒരുപാട് പൈസയുള്ള മുതലാളിയായിട്ടല്ല ബിലാലെ അള്ളാന്റെ അടുത്തേക്ക് പോകേണ്ടത്, നിങ്ങൾ ഫഖീറായി പോയിക്കോളൂ ബിലാലെ എന്ന് പറഞ്ഞപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു ഹബീബിനോട് ചോദിച്ചു, ഖുൽതു വകൈഫ ലീ ബിദാലിക യാ റസൂലല്ലാഹ്, നബിയേ അല്ലാഹുവിന്റെ അരികത്ത് ഫഖീറായി ചെല്ലാൻ എന്താ നബിയേ ഞാൻ ചെയ്യേണ്ടത്? ഖാല, ഹബീബ് ഉപദേശിച്ചു, ഇദാ റുസിഖ്ത ഫലാ തുഖബ്ബി, ബിലാലെ നിങ്ങൾക്ക് അല്ലാഹു വല്ലതും തന്നാൽ അത് പൂഴ്ത്തി വെക്കരുത്, അത് സൂക്ഷിച്ചു വെക്കണ്ട.
വഇദാ സുഇൽത ഫലാ തംന, നിങ്ങളോട് ആരെങ്കിലും വന്ന് വല്ലതും ചോദിച്ചാൽ കൊടുക്കാതിരിക്കരുത്, നിങ്ങൾ കൊടുക്കണം. നിങ്ങളുടെ സമ്പത്ത് കുമിഞ്ഞുകൂട്ടി വെക്കണ്ട, അല്ലാഹുവിന്റെ വഴിയിലേക്ക് ചെലവഴിച്ചോളൂ. ഖുൽതു, ഞാൻ ചോദിച്ചു, വകൈഫ ലീ ബിദാലിക യാ റസൂലല്ലാഹ്, നബിയേ അതെങ്ങനെയാ സാധ്യമാവുക? ഖാല ഹുവ ദാക വഇല്ലാ ഫന്നാർ, അതങ്ങനെ തന്നെ ബിലാലേ, അങ്ങനെ തന്നെ. ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കണേ, നിങ്ങളുടെ കൈകളിലുള്ളത് കുമിച്ചു കൂട്ടുകയും വേണ്ട, പാവങ്ങൾക്ക് കൊടുത്തു വിട്ടേടമേ. വഇല്ലാ ഫന്നാർ, ഇല്ലെങ്കിൽ അല്ലാഹുവിന്റെ ശിക്ഷയായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ബിലാൽ ഇബ്നു റബാഹ് തങ്ങളോട് പറഞ്ഞ അനുഭവങ്ങൾ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ എന്നവരുടെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ ഉള്ളിലേക്ക് നബി തങ്ങൾ കയറിയ ഒരു നേരമുണ്ട്. ഇസ്ലാം മക്കയെ ജയിച്ചടക്കിയ കാലത്തിന് ശേഷം മക്ക വിജയം നടന്നപ്പോ إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا. മഹാനായ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ആ കഅബാലയത്തിന്റെ ഉള്ളിലും പുറത്തുമായി 360 ബിംബങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലത്ത് കഅബാലയത്തിന്റെ ഉള്ളകം നബി തങ്ങൾ വൃത്തിയാക്കുകയാണ്. ആ പരിശുദ്ധമായ അല്ലാഹുവിന്റെ ഇബാദത്തിന്റെ ആ ഒരു ദേവാലയം, അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടുത്തുയർത്തിയത് ഏകദൈവ വിശ്വാസത്തിന് വേണ്ടിയായിരുന്നു, ബിംബാരാധനക്കായിരുന്നില്ല. ഹബീബായ നബി തങ്ങൾ കഅബാലയത്തിന്റെ വാതിൽ കട്ടിലിൽ നിൽക്കുകയാണ്. യാ ബിലാൽ അസ്കിതിന്നാസ്, ബിലാലേ ജനങ്ങളോട് മിണ്ടാണ്ടിരിക്കാൻ പറയണം, നിശബ്ദരായിരിക്കാൻ പറയണം. നബി തങ്ങൾ സംസാരിക്കാൻ പോവുകയാണ്. ആ ജംഇൽ യൗമുൽ ജംഇൽ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് തങ്ങളാണ് ജനങ്ങളെ നിശബ്ദരാകണം, പ്രവാചകർ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബ് മക്കയിലെ കഅബാലയത്തിന്റെ വാതിൽ പടിയിൽ നിന്നുകൊണ്ട് സംസാരിച്ച ആ നേരം, ഖുറൈശികളോട് ചോദിച്ച നേരം, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യാൻ പോകുന്നുവെന്നാ നിങ്ങൾക്ക് തോന്നുന്നത്? അൻതുമുത്തുലഖാ, പൊയ്ക്കോളൂ, നിങ്ങളെ ഞാൻ വെറുതെ വിടുന്നു. ലാ തസ്രീബ അലൈക്കുമുൽ യൗം, there is no revenge, നിങ്ങളോട് പ്രതികാരമില്ല, നിങ്ങളോട് ഞാൻ പ്രതികാരം ചോദിക്കുകയല്ല, എല്ലാവരും പൊയ്ക്കോളൂ, ഞാൻ നിങ്ങൾക്ക് മാപ്പ് തന്നു എന്ന് ഹബീബിന്റെ പ്രഖ്യാപനം നടക്കുന്നതിന്റെ മുമ്പ് ബിലാൽ എന്നവരോടാ നബി തങ്ങൾ പറയുന്നത്, ബിലാലേ അസ്കിതിന്നാസ്, പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുകളിലേക്ക് കാലുകൊണ്ട് ചവിട്ടി കയറാൻ പോകുന്നു ഒരു മഹാനുഭാവൻ. അത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ആണ്. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ കഅബാലയത്തിന്റെ മുകളിലേക്ക് ഒരാളെ കയറാൻ വിടുന്നു. ആ കയറുന്നത് എത്യോപ്യക്കാരനായിരുന്ന ബിലാൽ എന്നവർ എത്യോപ്യയിൽ പോയിട്ടില്ല. ബിലാൽ എന്നവരുടെ വാപ്പ റബാഹ് എന്നവരും ഉമ്മയായ ഹമാമ എന്നവരും രണ്ടുപേരും എത്യോപ്യയിൽ നിന്ന് വന്നവരാണ്. പക്ഷേ ബിലാൽ എന്നവർ മക്കക്കാരനാണ്, മക്കയിലാണ് ജനിക്കുന്നത്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ മുകളിലേക്ക്, പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുകളിലേക്ക് കയറി നിൽക്കുകയാണ്. ഇസ്ലാം മക്കയെ ജയിച്ചടക്കിയ നേരം ഖുറൈശികളൊക്കെ മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കുമായിരുന്നു. അവര് പറയുമായിരുന്നു, മക്കയെങ്ങാനും വിജയിക്കുകയാണെങ്കിൽ, മക്കയെങ്ങാനും മുത്തുനബി തങ്ങളുടെ കൈകളിലേക്ക് വരികയാണെങ്കിൽ ഈ ദീൻ സത്യമാണെന്ന് വിശ്വസിക്കാം. ജൂതന്മാർ, മദീനയിലെ ജൂതന്മാരും ക്രിസ്ത്യാനികളും മക്കക്കാരായ ബഹുദൈവ വിശ്വാസികളോട് പറഞ്ഞു കൊടുത്തിരുന്നൊരു വാക്കാണത്, ദഊ, മുഹമ്മദ് നബി തങ്ങളെയും അവിടുത്തെ ആശയങ്ങളൊക്കെ ഇപ്പൊ വിട്ടേക്ക്. അവര് ഇൻ ഗലബു അലാ മക്ക, മക്ക അവര് ജയിച്ചടക്കിയാൽ അത് സത്യദീനാണെന്ന് ഉറപ്പാണ്, പിന്നെ കളി കാര്യമാണ്. അതുവരെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോ, മക്കയെങ്ങാനും ജയിച്ചടക്കിയാൽ പിന്നെ നിങ്ങൾ ഹബീബിന്റെ കൂടെ കൂടണേ, അത് സത്യപ്രവാചകനാണ്. ഇത് ബോധ്യപ്പെട്ട നേരമാണത്. ആ പരിശുദ്ധമായ നേരത്തെ തൊലികറുത്തതിന്റെ പേരിൽ അടിമകളാക്കി വെച്ചിരുന്ന ഖുറൈശികള്
പ്രമാണിമാരായ ആളുകൾ ആരോഗ്യമുള്ളവരെ ആരോഗ്യമില്ലാത്ത പാവങ്ങൾ അടിക്കുകയും പ്രഹരിക്കുകയും അവരുടെ കയ്യിലെ സമ്പാദ്യങ്ങൾ പിടിച്ചു വാങ്ങുകയും ചെയ്തിരുന്ന ക്രൂരന്മാരായ ആളുകൾ നോക്കി നിൽക്കുകയാണ്. മഹാനായ നബി തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് കഅബാലയത്തിന്റെ മുകളിലേക്ക് കയറാൻ പറയുന്നത്. ബിലാൽ എന്നിവർ കയറുകയാണ്. ഖുറൈശികൾ നോക്കി നിൽക്കുന്നു. എത്രയോ സുമുഖന്മാരായ സ്വഹാബിമാർ കൂട്ടത്തിലുണ്ട്. മഹാനായ ദഹിയത്തുൽ കൽബി തങ്ങളെ പോലെയുള്ള അതിമനോഹരമായ ശരീര സൗന്ദര്യമുള്ള ആളുകളുണ്ട്. മഹാനായ ജരീർ ഇബ്നു അബ്ദുല്ലാഹിൽ ബജലി, യൂസുഫ് സ്വഹാബ, സ്വഹാബികളിലെ യൂസുഫ് നബി എന്നറിയപ്പെടുമായിരുന്ന മഹാനായ ജരീർ ഇബ്നു അബ്ദുല്ലാഹിൽ ബജലിയെ പോലെയുള്ള ആളുകളുണ്ട്. എന്നാൽ കഅബാലയത്തിന്റെ മീതെ കയറി വാങ്ക് വിളിക്കാനുള്ള അധികാരം, ആ ഒരു മനോഹരമായ സാഹചര്യം കൈവരുന്നത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനാണ്. കഅബാലയത്തിന്റെ മുകളിൽ കയറി അവിടുന്ന് ഒരു വാങ്ക് വിളിച്ചു. ആ വാങ്കിന്റെ ഒരു മറുവശം കിടക്കുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അൽ-അഹദുൽ ഇബ്രാഹിമിയിലാണ്. ഇബ്രാഹിം നബിയുടെ കാലത്ത് മുടങ്ങിയ തൗഹീദിന്റെ ശബ്ദം ഒരിക്കലൂടെ കഅബാലയത്തിന്റെ മുകളിൽ നിന്ന് മുഴങ്ങാൻ പോകുന്നു. വാങ്കുലയുടെ പൊലിമയാണ് അവിടെ അലയടിക്കാൻ പോകുന്നത്. ആ സൗഭാഗ്യം കിട്ടിയ മഹാൻ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. പക്ഷെ ഒരു അത്ഭുതം നടന്നു. ആ സമയത്ത് മക്കയിലെ നല്ല ഗായകനായിരുന്ന, ശബ്ദശുദ്ധിയുണ്ടായിരുന്ന, അക്ഷരസ്ഫുടതയുണ്ടായിരുന്ന അബൂ മഹദൂറ എന്ന് പറയുന്ന 16 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വാങ്കുലിയെക്കാളും മനോഹരമായി തനിക്ക് കൊടുക്കാൻ കഴിയുമല്ലോ എന്ന ഒരു രീതിയിൽ ഒരൽപ്പം കളിയാക്കി ചിരിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്നൊരു ചെറിയ കുട്ടിയാണവരെ. നല്ല പാട്ടുകാരനാണ്. മക്കക്കാരൊക്കെ എന്തിനും അവരെയാണ് വിളിക്കുക. അപ്പോ അബൂ മഹദൂറ തങ്ങൾക്കൊരു തോന്നൽ, ഞാനിവിടെ ഉണ്ടായിരിക്കെ എത്യോപ്യക്കാരനായ അടിമയായ ബിലാൽ ഇബ്നു റബാഹ് എന്നവരെ എന്തിനാണ് നബി തങ്ങൾ വിളിക്കുന്നത്? എനിക്കതിന് കഴിയുമല്ലോ. ബിലാൽ റളിയല്ലാഹു അൻഹുവിന് അക്ഷരങ്ങളിൽ ചില അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ പ്രയാസമുണ്ടായിരുന്നു. ഷീൻ അക്ഷരം അഷ്ഹദു എന്ന് പറയേണ്ടിടത്ത് അസ്ഹദു എന്നായി പോകും. മനഃപൂർവമല്ല, ഷ എന്ന് പറയാൻ പ്രയാസമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കാരണം അവരുടെ എത്നിസിറ്റി അറബിയല്ലല്ലോ, അവർ എത്യോപ്യക്കാരാണ്. അതുകൊണ്ട് ബിലാൽ എന്നവർക്ക് ചെറിയൊരു പ്രയാസമുണ്ട് ചില അക്ഷരങ്ങൾക്ക്. അബൂ മഹദൂറ അതൊക്കെ കണ്ടുകൊണ്ട് ചിരിക്കുകയാണ്. കൂടെയുള്ള ചില ആളുകളും ചിരിക്കാൻ തുടങ്ങുന്നു. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ അത് കണ്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വാങ്കുലി കഴിഞ്ഞു. ബിലാൽ റളിയല്ലാഹു അൻഹു താഴെ ഇറങ്ങി. മുത്തുനബി തങ്ങൾ ചോദിച്ചു അബൂ മഹദൂറ തങ്ങളോട്, അബൂ മഹദൂറ, ഈ രംഗം അബൂ മഹദൂറ തങ്ങൾ പറയുന്നുണ്ട്. 30 കൊല്ലങ്ങൾക്ക് ശേഷം ആ സ്വഹാബി ഓർത്തെടുക്കുന്നുണ്ട്. അന്ന് നബി തങ്ങൾ എന്നെ ചീത്ത പറഞ്ഞില്ല. ഞാനന്ന് കളിയാക്കി ചിരിച്ചപ്പോ എന്നെ അടിക്കുകയോ പ്രഹരിക്കുകയോ എന്നെ ശപിക്കുകയോ ചെയ്തില്ല. ലോകത്തിന്റെ ഗുരു എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ പേര്? അബൂ മഹദൂറ. അബൂ മഹദൂറ, നിങ്ങൾക്ക് വാങ്ക് വിളിക്കാൻ അറിയോ? നിങ്ങൾക്കറിയാം, അവർക്കറിയാമെന്ന്. വാങ്ക് വിളിക്കാൻ അറിയോ? അറിയാം നബിയേ, എനിക്കറിയാം. നല്ല മനോഹരമായൊരു വാങ്ക് വിളിക്ക്, ഞാനൊന്ന് കേൾക്കട്ടെ. ബിലാൽ എന്നവരെ വാങ്ക് വിളി കഴിഞ്ഞിട്ട് താഴെ നിർത്തിയിട്ട് നബി തങ്ങൾ അബൂ മഹദൂറ തങ്ങളോട്, 16 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്, വാങ്ക് വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അബൂ മഹദൂറ തങ്ങൾ വാങ്ക് വിളിച്ചു. തങ്ങൾ പറഞ്ഞു, അബൂ മഹദൂറ, ഞങ്ങൾ മദീനയിലേക്ക് തിരിച്ചു പോകുന്നവരാണ്. ഞാനും ബിലാലും കൂടെയുള്ളവരും അൻസ്വാരികളും മുഹാജിറുകളും മദീനയിലേക്ക് പോകും. മക്കക്കാർക്ക് വാങ്ക് വിളിക്കാൻ ഒരാൾ വേണം. അൻസ മുഅദ്ദിനു മക്ക, നിങ്ങൾ മക്കക്കാരുടെ മുഅദ്ദിനാണ്, നിങ്ങൾ മക്കക്കാരുടെ വാങ്ക് വിളി നടത്തുന്ന ആളാണ്. ഇനി മുതൽ ബിലാൽ എന്നവർ ചെയ്ത മദീനയിൽ ചെയ്യുന്ന പണി നിങ്ങളാണ് മക്കയിൽ ചെയ്യേണ്ടത്. ഞാൻ നിങ്ങളെ മക്കയിലെ മുഅദ്ദിനായി നിയോഗിച്ചു എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 30 കൊല്ലം കഴിഞ്ഞു. 30 കൊല്ലം ഹറമിൽ വാങ്ക് വിളിച്ചു. അബൂ മഹദൂറ തങ്ങളെ, മഹാനായ അബൂ മഹദൂറ തങ്ങൾ 46-ാമത്തെ വയസ്സിൽ മദീനയിൽ വന്നിട്ട് താബിഈങ്ങളും സ്വഹാബിമാരും ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരോട് വന്ന് കഥ പറയുകയാണ്. ഞാൻ ആലോചിച്ചു പോകുന്നു, അന്നെങ്ങാനും അല്ലാഹുവിന്റെ റസൂൽ എന്നെ ചീത്ത പറഞ്ഞിരുന്നുവെങ്കിൽ എന്റെ മനസ്സ് വേദനിക്കുകയും ഞാനൊരു പക്ഷേ ഇസ്ലാം എന്ന് വരെ ഓടിപ്പോയേക്കാം. അന്ന് നബി തങ്ങളെങ്ങാനും എന്നെ കളിയാക്കിയിരുന്നുവെങ്കിൽ,
ബിലാൽ എന്നവരുടെ വാങ്കിനെ കളിയാക്കി ഞാൻ ചിരിച്ചത് ഹബീബിന് ഇഷ്ടപ്പെട്ടില്ലെന്നറിയാം. എന്നാൽ ഒരക്ഷരം അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കാതെ എന്നോട് വാങ്ക് വിളിക്കാൻ പറയുകയും ഇനി മുതൽ നിങ്ങൾ മക്കക്കാരുടെ മുഅദ്ദിനാണെന്ന് എന്നോട് ഹബീബ് എന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ മക്കയിലെ ഹറമിൽ 30 കൊല്ലം വാങ്ക് വിളിക്കാനുള്ള സൗഭാഗ്യം ഈ അബൂ മഹദൂറാക്ക് നഷ്ടപ്പെടുമായിരുന്നു. എന്റെ ഹബീബിന്റെ സ്വഭാവ ഗുണമാണത്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. നബിയേ, അങ്ങ് ലോകങ്ങൾക്ക് കരുണയാണ് നബിയേ. ചെറിയവർക്കും വലിയവർക്കും, തെറ്റു ചെയ്തവർക്കും ചെയ്യാത്തവർക്കും, ജീവജാലങ്ങൾക്കും ജന്തുജാലങ്ങൾക്കും നിർജീവ വസ്തുക്കൾക്കുമെല്ലാം ലോകങ്ങൾക്ക് റഹ്മത്താണ് നബിയേ അങ്ങന്ന് അള്ളാഹു പറഞ്ഞത് എത്ര സത്യമാണ്. ഹബീബായ നബി തങ്ങൾ അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്നെ അങ്ങ് ശിക്ഷിക്കുകയോ എന്നെ ശപിക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ പരിശുദ്ധമായ മക്കയിൽ ഒരു ഇബാദത്തിന് 1,00,000 കൂലി കിട്ടുന്ന മക്കയിൽ 30 കൊല്ലം വാങ്ക് വിളിക്കാനും അത്രയും കാലം ജമാഅത്തായി മക്കയിലെ ഹറമിൽ നിസ്കരിക്കാനും എനിക്ക് ഭാഗ്യമുണ്ടായല്ലോ. എന്റെ തെറ്റുകളോട് നബി തങ്ങൾ സമീപിച്ചത് വളരെ പോസിറ്റീവായിട്ടായിരുന്നു. അതാണ് ഹബീബിന്റെ പ്രത്യേകത. ഒരു മനുഷ്യന്റെ നന്മയാണ് കാണുക, തിന്മയല്ല കാണുക. മനുഷ്യന്റെ നന്മയാണ് കാണേണ്ടത്. ആ ഒരു സൗഭാഗ്യമുണ്ടായ മക്കയിലെ മുഅദ്ദിനാണ് അബൂ മഹദൂറ റളിയല്ലാഹു തആല അൻഹു. മദീനയിൽ ബിലാൽ എന്നവരെ, ബിലാൽ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഇന്നമാ അന ഹബശിയുൻ കുൻതു ബിൽ അംസി അബ്ദാ. ഞാൻ എത്യോപ്യക്കാരനാണ്, ഇന്നലെ ഞാനൊരു അടിമയായിരുന്നു എന്നും പറയും ബിലാൽ എന്നവര്. കുൻതു ഹബശി, ഇന്നമാ അന ഹബശിയുൻ, ഞാൻ എത്യോപ്യക്കാരനാണ്. കുൻതു ബിൽ അംസി അബ്ദാ, ഇന്നലെ വരെ ഞാൻ അടിമയായിരുന്നു. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മനോഹരമായ വാങ്കൊലി പരിശുദ്ധമായ മദീന പള്ളിയിൽ മുഴങ്ങുന്ന നേരം സ്വഹാബിമാർ എഴുന്നേറ്റിരിക്കും. ആ ഒരു വാങ്ക് വിളി കേൾക്കുമ്പോൾ കുട്ടികൾ പോലും എഴുന്നേറ്റിരിക്കും ആവേശം കൊണ്ട്. മനോഹരമായിരുന്നു ആ വാങ്കൊലി. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എത്ര മനോഹരം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, അല്ലാഹുവാണ് ഏറ്റവും മഹോന്നതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ വാങ്കിന്റെ ഏറ്റവും മർമ്മമായ ഭാഗം 12 അക്ഷരങ്ങളെ കൊണ്ടുണ്ടായ ആ വാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ വാക്യത്തിനും ഒരു അത്ഭുതമുണ്ട്. മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനാ നമ്മൾ അല്ലാഹുവിനോട് ദുആ ഇരക്കേണ്ടത്. അല്ലാഹുമ്മ ജഅൽ ആഖിറ കലാമിനാ ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു കലിമ കൊണ്ട്, കലിമയുടെ വചനമുച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം ഈ സദസ്സിൽ വന്ന നമ്മൾ ഓരോരുത്തർക്കും, നമ്മുടെ സഹോദരിമാർക്ക്, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യ സന്തതികള്, നമ്മുടെ കൂട്ടുകാരെ, നമ്മെ സഹായിക്കുന്നവര്, നമ്മളെ സ്നേഹിക്കുന്നവര്, അഹ്ലുസുന്നയുടെ പ്രവർത്തകന്മാരെ, അല്ലാഹുവിന്റെ ദീനിന്റെ ഖാദിമീങ്ങള്, എല്ലാ മുഅ്മിനാത്തുകൾക്കും ആ സൗഭാഗ്യം റബ്ബേ നീ നൽകണേ തമ്പുരാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം. വാങ്കിന്റെ ആ ഒരു വാക്യത്തിന്റെ ഒരു അത്ഭുതം കൂടെ നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. സൂറത്ത് മുഹമ്മദിലെ 19-ാമത്തെ ആയത്താണ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വല്ലാഹു യഅലമു മുതഖല്ലബകും വമത്വാകും. സൂറത്ത് മുഹമ്മദില് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ പേരിലുള്ള സൂറയാണത്. ആ സൂറയിലെ വാക്ക്, ആയത്തുകൾ അവസാനിക്കുന്നത് ഹും ഹും എന്ന വാക്കുകളിലും മത്വാക്കും എന്ന വാക്ക് മീമിൽ അവസാനിക്കുന്ന ഒരുപാട് ആയത്തുകളുള്ള സൂറത്ത് മുഹമ്മദ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ളലു മാ ഖുൽതു വന്നബിയ്യൂന മിൻ ഖബ്ലി. ഞാനും എന്റെ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹയാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ആ വാക്യമാണ് ഈ ലോകത്തു നിന്ന് മരിച്ചു പോകുമ്പോൾ അവസാനമായി ഒരാൾ പറഞ്ഞാൽ അവർക്ക് സ്വർഗമുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞത്. ഇത് സ്വർഗത്തിന്റെ ചാവിയാണ്, സ്വർഗത്തിന്റെ താക്കോലാണിത്. അത് ചൊല്ലിയവന് സ്വർഗം കടക്കാൻ കഴിയും. അതല്ലേ മൻ കാന ആഖിറു കലാമിഹി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്നah. അതൊരു സൗഭാഗ്യമല്ലേ? എത്ര മഹത്തുക്കളാണ് അങ്ങനെ കലിമ ചൊല്ലി മരിക്കുന്നത്. മഹാനായ ശംസുൽ ഉലമയെ നമ്മൾ ഓർക്കുമ്പോൾ അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയുമോ? ഫാത്തിമ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് അവസാന ശ്വാസം വലിക്കുമ്പോ മഹാനായ ശൈഖുനയുടെ അവസാനത്തെ വാക്ക് സുബ്ഹിയുടെ വാങ്കിന് ഇജാബത്ത് കൊടുത്തുകൊണ്ടാണ് വഫാത്തായത്. ജീവിച്ചിരിപ്പുള്ള തെളിവുകൾ അതിനുണ്ട്. എൻ്റെ ഒരു ഉസ്താദ് അവിടെ ഉണ്ടായിരുന്നു, ഞങ്ങളെ പഠിപ്പിച്ച ഒരു ഉസ്താദ്, മഹാനായ ശൈഖുനയ്ക്ക് ഖിദ്മത്തിനുണ്ടായിട്ടുണ്ട് അവിടെ. ഞങ്ങൾ അറിയുന്ന ദാറുൽ ഹുദയുടെ അടുത്തൊരു ബന്ധുവുണ്ട്, അലവി ഹാജി, അദ്ദേഹം അവിടെയുണ്ട്. ഫാത്തിമ ഹോസ്പിറ്റലിന്റെ മുതലാളി അബ്ദുള്ള ഹാജി ഇന്നും ജീവിച്ചിരിപ്പുള്ള ആളാണ്. എത്രയോ ആളുകൾ അതിന് സാക്ഷിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മുഅദ്ദിൻ പറഞ്ഞപ്പോ അതിന് മറുപടിയായി ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ മഹാനായ ശൈഖുന ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ എന്നും നമ്മൾ വിളിക്കുന്ന മഹാനായ ശംസുൽ ഉലമ എന്ന് നമ്മൾ ആദരവോടെ വിളിക്കുന്ന മഹാനുഭാവൻ അവസാനം ഉച്ചരിച്ചത് വാങ്കിന് മറുപടിയായി പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് നമ്മൾ പറയുന്നത്, വീമ്പിളക്കുന്നവരൊന്നും വീമ്പിളക്കണ്ട. വീമ്പിളക്കാനുള്ള സമയം വഫാത്തായി കഴിഞ്ഞതിന് ശേഷമേ പറ്റൂ. വഫാത്തായി കഴിയുമ്പോഴേ എന്തായിരുന്നു ജീവിതമെന്ന് മനസ്സിലാക്കാൻ കഴിയൂ. അല്ലാഹു ഉഖറവിയായ ജീവിതം അല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ. കലിമ, ആ കലിമത്ത് തൗഹീദിലായി വഫാത്താകാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്നah. അതുകൊണ്ടാണ് ദുനിയാവിലെ ഒരു സ്ഥാനമാനം പറഞ്ഞും ആർക്കും അഹങ്കരിക്കാൻ പാടുള്ളതല്ല. ഒരാളും അഹങ്കരിക്കേണ്ട. ദുനിയാവിലെ സ്ഥാനമാനങ്ങൾക്കൊന്നും ഒരു ലെവലേശം അല്ലാഹുവിന്റെ അടുത്ത് വിലയുണ്ടോ? ജനാഹ ബഅൂലത്തിൻ, ഒരു കൊതുകിന്റെ ചിറകിനോളം അതിന് വിലയുണ്ടോ? മരണനേരത്ത് കലിമ ചൊല്ലാൻ ഭാഗ്യമുണ്ടെങ്കിൽ അവരാണ് മുസ്ലിം, അവരാണ് മുഅ്മിൻ. നിശാനെ മർദെ മുഅ്മിൻ ബാതു ഗോയം ചൂ മർഗ് ആമദ് തബസ്സും ബർ ലബസ്. क्या मैं एक മുസൽമാൻ एक ईमानदार की अलामत बताऊं? ഇഖ്ബാലിന്റെ ജീവിതത്തിൽ അവസാനം അദ്ദേഹം ചൊല്ലിയ കവിതയാണ്, അത് പേർഷ്യൻ ഭാഷയിലാണ്. നിശാനെ മർദെ മുഅ്മിൻ, एक മുഅ്മിൻ മർദ് की अलामत ബാതു ഗോയം क्या मैं तुम्हें बता दूं. ആരാണ് മുഅ്മിൻ എന്ന് ഞാൻ പറഞ്ഞിരട്ടെ. ഛൂ മർഗ് ആമദ്, जब मर्ग आएगा, मौत आएगी, तबस्सुम पर लबस, उसके होंठों पर तबस्सुम होगी, मुस्कुराहट होगी. जिसके होंठों पे मुस्कुराहट हो मरते वक्त वही मुअ्मिन है. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് നൽകട്ടെ. എന്നിട്ട് മതി വേമ്പളക്കലൊക്കെ, എന്നിട്ട് മതി അവകാശവാദങ്ങളൊക്കെ. ചെറിയവർക്കും വലിയവർക്കൊക്കെ ഈമാൻ രക്ഷപ്പെട്ട് കിട്ടണം. അതിന് അല്ലാഹുവിനോട് ദുആയിരക്കിന് അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. അങ്ങനെ ഒരു സ്വർഗപ്രവേശനത്തിന്റെ താക്കോലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്കിൽ ആ വാക്കിന് അത്ഭുതം കാണില്ലേ? ആ വാക്കിന് അത്ഭുതം വേണ്ടേ? വേണം. ആ വാക്കുകൊണ്ടാണ് വാങ്കുലി അവസാനിക്കുന്നത്. വാങ്കുലിയുടെ പൊലിമ എന്നതാണ് നമ്മുടെ വിഷയവും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത്ഭുതം എന്താണെന്നറിയോ? 3 അക്ഷരം കൊണ്ടാണ് ഈ വാക്യമുണ്ടായത്. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ 3 അക്ഷരങ്ങളേ ഉള്ളൂ. അത് ആവർത്തിച്ചതാണ്. ഏതാണ് ആ 3 അക്ഷരങ്ങൾ? അലിഫ്, ലാം, ഹാ. ഈ 3 അക്ഷരമേ അല്ലാഹ് എന്ന വാക്കിലും ഉള്ളൂ. അള്ളാന്റെ ഇസ്മിന് ഉപയോഗിച്ച 3 അക്ഷരങ്ങളെ കൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, there is no god worthy of worship except Allah. ഒരു സെന്റൻസ് ആണത്. നമ്മൾ വെല്ലുവിളിക്കുകയാണ് ഏതെങ്കിലും ഒരാൾക്ക് അവനവന്റെ പേരിൽ ഉപയോഗിച്ച അതേ അക്ഷരങ്ങൾ ഉപയോഗിച്ച് വേറെ ഒന്നും ഉപയോഗിക്കരുത്. തന്നെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റുമോ? തന്നെ പറ്റി ഞാൻ ഇന്ന ആളാണ്, അള്ളാഹുവിനെ പറ്റി പറയാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിനുപയോഗിച്ചത് അള്ളാന്റെ ഇസ്മിലെ 3 അക്ഷരങ്ങളാണ്. ലാം, അലിഫ്, ഹാ. അല്ലാഹ് എന്നതിലും 3 അക്ഷരങ്ങളാണ്. ഈ 3 അക്ഷരങ്ങളെ കൊണ്ടുണ്ടായ ജുംലയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖുർആനൊക്കെ പോട്ടെ, ഖുർആൻ കൊണ്ടുവരാൻ കഴിയൂല്ലേ? വെല്ലുവിളിയുടെ കിടക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് സമാനമായി അള്ളാഹുവിന്റെ ഇസ്മിന്, ആ ഇസ്മിന് ഉപയോഗിച്ച അക്ഷരങ്ങളെ കൊണ്ടുണ്ടായ ഈ വാക്യം പോലെ
അവനവന്റെ പേരിനുപയോഗിച്ച അക്ഷരങ്ങളെ കൊണ്ട് അവനവനെ പറ്റി ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ കഴിയോ ആർക്കെങ്കിലും? ഇതൊരു വെല്ലുവിളിയാണ്. കഴിയില്ല. അതും ഈ അക്ഷരത്തിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയ വൈപുല്യം അതിന് ഉൾക്കൊള്ളാൻ കഴിയോ? എന്താണ് അതിൻ്റെയൊക്കെ ആശയം? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വല്ലാഹു യഅലമു മുതഖല്ലബകും വമത്വാകും. ഭാഷാപരമായ ലിംഗ്വിസ്റ്റിക് റിറ്റോറിക് ബ്യൂട്ടി നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അല്ലാഹു എന്ന ഇസ്മിൽ നിന്ന് ഇസ്മുൽ ജലാലയിലെ അല്ലാഹുവിന്റെ മഹത്തരമായ ഇസ്മുൽ അഅ്ളമിലെ മൂന്നക്ഷരമായ അലിഫ് ലാം ഹാ കൊണ്ട് അല്ലാഹുവിനെ സംബന്ധിച്ചുണ്ടാക്കിയ അല്ലാഹുവിനെ കുറിച്ചുള്ള ജുംലയാണ് നമ്മുടെ ഷഹാദത്തിന്റെ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് സ്വർഗത്തിന്റെ താക്കോലായ വാക്ക്. അത് ചൊല്ലിയാൽ സ്വർഗം തുറന്നു കിടക്കാം. അത്ഭുതമല്ലേ? അല്ലാഹുവും ലാ ഇലാഹ ഇല്ലല്ലയും ഒരേ ധാതുവിൽ നിന്നുണ്ടായതാണ്. വാങ്കൊലിയുടെ അവസാനം നമ്മളതാണ് പറയുന്നത്. ഇത് അത്ഭുതമാണ്. മൂന്നക്ഷരങ്ങളാണ് ഇത് ഉണ്ടാക്കിയത്. മൂന്ന് അക്ഷരങ്ങളെ കൊണ്ട്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. 19 എന്ന അക്കം ഖുർആനിൽ അത്ഭുതമുള്ള ഒരു അക്കമാണ്. ദ നമ്പർ 19. അതിനെ സംബന്ധിച്ചൊരു ഒരു ക്ലാസ് നമ്മൾ ദുബൈയിൽ ഉണ്ടായിരുന്നു. ചെന്നൈയിലുണ്ടായിരുന്നു, പക്ഷേ ദുബൈയിലുണ്ടായിരുന്നു ആദ്യത്തെ കഴിഞ്ഞ റമദാനിൽ. അതിന്റെ ബാക്കി വിഷയം ചെന്നൈയിലുണ്ടായിരുന്നു. 19 എന്ന അക്കത്തിന്റെ ഒരു മഹാത്ഭുതം സൂറത്തുൽ മുദ്ദസിറിലാണ്. നരകത്തിന്റെ കാവലാളുകൾ 19 അലൈഹ 19. വമാ ജഅൽനാ ഇദ്ദതഹും. ആ എണ്ണത്തിനൊരു അത്ഭുതമുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞ ഖുർആനിൽ മാത്തമാറ്റിക്കൽ വണ്ടർ, കണക്കുമായി ബന്ധപ്പെട്ട മഹാത്ഭുതങ്ങൾ കിടക്കുന്നത് 7ഉം 19നെയും ബന്ധപ്പെടുത്തിയാണ്. അതിനെ സംബന്ധിച്ച് 2 ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട്. വേറെയും നിങ്ങൾക്ക് ഒരുപാട് വായിച്ച് പരിചയമുണ്ടായിരിക്കും. അത് ഞാനിത് ആവർത്തിക്കല്ല. അല്ലാഹുവിന്റെ ഇസ്മിനെ പറഞ്ഞ ഈ ആയത്ത് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ ആയത്ത് സൂറത്തു മുഹമ്മദിലെ 19ാമത്തെ ആയത്താണ്. 19ാമത്തെ ആയത്താണ്. ഈ ആയത്തിൽ ഉപയോഗിച്ച വാക്കുകളും 19ആണ്. നോക്കൂ, ഈ ആയത്തിൽ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വസ്തഗ്ഫിർ ലിദംബിക് വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാതി വല്ലാഹു യഅലമു മുതഖല്ലബകും വമത്വാകും. 19 വാക്കുകളെ കൊണ്ട് അല്ലാഹു ഉണ്ടാക്കിയ 19ാമത്തെ ആയത്തായി സൂറത്തു മുഹമ്മദിൽ വന്ന ആയത്ത്. അതിലാണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അല്ലാഹു വെച്ചിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഈ വാക്കിന്റെ ഒരു അത്ഭുതം. അതുകൊണ്ടാണ് വാങ്കുൽ അവസാനിക്കുന്നത്. വാങ്ക് അവസാനിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് 19മായി ബന്ധപ്പെട്ട മഹാത്ഭുതങ്ങൾ കിടക്കുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓരോന്നിലെ അക്ഷരങ്ങൾ നോക്കൂ. ലാ 2 അക്ഷരം, ഇലാഹ 3, ഇല്ലാ 3, അല്ലാഹ് 4. ഏതാണോ നമ്മൾ എഴുതുന്നത് അതാണ് നമ്മൾ എഴുതുന്നതാണ് നമ്മൾ എണ്ണുന്നത്. 2, 3, 3, 4. അതിനെ നമ്മൾ ഇവിടെ നിന്ന് ശരിക്കുന്നു നോക്കിയാൽ 4332 എന്ന വാക്യങ്ങളെ നേർക്കുനേരെ വായിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എത്ര അക്ഷരങ്ങളുണ്ട് ഓരോന്നിന്റെ ലാ ഇന്റെ താഴെ 2, ഇലാഹിന്റെ താഴെ 3, ഇല്ലാ 3, അല്ലാഹ് 4. 4, 3, 3, 2. ഈ 4, 3, 3, 2 19ന്റെ ഗുണിതമാണ്. 12 times 19 times 19 is equal to 4332. 12നെ 19 കൊണ്ട് ഗുണിച്ച് വീണ്ടും 19 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ്. ഇല്ലല്ലയിൽ ഹാ ഉച്ചരിച്ചിരിക്കുന്നത്. This book is a handicraft of Rasulullah himself, the messenger himself, or is this a book revealed from Allah? If you doubt about the origin of this book, നാടും നമുക്കുള്ള വിജയം അതാണ്. ഭൗതികമായ മറ്റു സാഹചര്യങ്ങളൊക്കെ ഇലക്ഷൻ വരുന്നു, അതിന്റെ വോട്ട് കാര്യങ്ങളൊക്കെ വേണം. ഇസ്സത്ത് വേണോ? നമ്മൾ അല്ലാഹുവിലേക്ക് തിരിഞ്ഞു നടക്കണം. اللهم ردنا والمسلمين إلى دينك ردا جميلا. اللهم خذ بأيدينا ونواصينا إليك. اللهم عزنا وعز جندك وكلمتك إلى يوم الدين. الله ഉമ്മത്തിന് ഇസ്സത്ത് നൽകട്ടെ. നമ്മൾ അല്ലാഹുവിലേക്ക് നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുകയും നമ്മൾ 5 നേരത്തെ നിസ്കാരം നിലനിർത്തുകയും നമ്മൾ ദാക്കിറുകളും ആബിദീങ്ങളുമായി മാറുകയും ചെയ്താൽ ഈ ഉമ്മത്തിന് വേണ്ടി ബാക്കിയുള്ളതെല്ലാം അല്ലാഹു തരപ്പെടുത്തി കൊടുക്കുന്നതാണ്. അതാണ് അസാസിയാത്ത്.
അതാണ് നമ്മുടെ അടിസ്ഥാന വിഷയങ്ങൾ. ഉമർ റളിയല്ലാഹു അൻഹു മസ്ജിദുൽ അഖ്സായിലേക്ക് കടക്കുന്നു. അല്ലാഹു അവിടേക്ക് എത്താൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഞാനൊരു യാത്രയിൽ അടുത്ത ആഴ്ച ഇവിടെ കാസർഗോഡ് തന്നെ, അത് കഴിഞ്ഞ് ഉള്ള വെള്ളിയാഴ്ച ജുമുഅ ഇൻഷാ അല്ലാഹ് മസ്ജിദുൽ അഖ്സയിൽ കൂടാനുള്ള ഒരു പ്ലാനിങ്ങിലായിട്ടാണ് ഞങ്ങൾ യാത്ര പോകുന്നത്. 2-ാം തീയതി ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്കൊക്കെ അവിടെ എത്തിപ്പെടാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. മസ്ജിദുൽ അഖ്സ ഒരു വല്ലാത്ത മനോഹരമാണ്. മിഅ്റാജ് നടന്ന സ്ഥലല്ലേ? ഹബീബിന്റെ പരിശുദ്ധമായ ശരീരത്തോട് ചേർന്ന് നിന്ന ഹബീബിന്റെ ഷഅർ മുബാറക് മസ്ജിദുൽ അഖ്സയുടെ ഇപ്പുറത്തുള്ള ഖുബ്ബത്തുസ് സുഖ്റയിൽ സൂക്ഷിച്ചു വെച്ചത് കാണാൻ കഴിയും. ആ പാറയിൽ നിന്നാണ് ഹബീബായ നബി തങ്ങൾ ആകാശത്തേക്ക്. അവിടെ ഇന്നും സുഗന്ധമാണ്, കൈവച്ച് നമുക്ക് വാസനിക്കാം. എന്തെന്നില്ലാത്ത സുഗന്ധമാണ് അവിടെ. സുബ്ഹാനല്ലാഹ്. അൽ മഗാറ, ആ ഒരു ഗുഹയുടെ ആ ഒരു പാറക്കെട്ടിന്റെ മുകളിൽ നിന്നാണ് ഹബീബിന് ഇസ്രാ ഉണ്ടായത്. അവിടെയാണ് ബുറാക്കിനെ കെട്ടിയിട്ടടയാളം ഇന്നുമുണ്ട്. അവിടെ ഒരു വട്ടക്കണ്ണിയുണ്ട്. മസ്ജിദുൽ അഖ്സയുടെ ആ പള്ളിയുടെ മുറ്റത്തിന് വലതുഭാഗം താഴത്തേക്ക് ഇറങ്ങിയാൽ കാണാൻ കഴിയും. മഹാനായ മുഹമ്മദ് അലി ജൗഹർ തങ്ങളുടെ ഖബർ അവിടെയുണ്ട്. ഒരുപാട് ആയിരക്കണക്കിന് ശുഹദാക്കൾ അവിടെ കിടക്കുകയാണ്. ആ മണ്ണിനെ ശത്രുക്കളുടെ കൈകളിൽ നിന്ന് അല്ലാഹു മോചിപ്പിക്കട്ടെ. അല്ലാഹു മുസ്ലിമീങ്ങളുടെ കൈകളിലേക്ക് അതിൻ്റെ പരമാധികാരം നൽകട്ടെ. നമ്മൾ ദുആയിരക്കുകയാണ്. ഇസ്രായേൽ ഭരണാധികാരികളുടെ അവരുടെ ആ ഒരു വളരെ കടുത്ത നിയന്ത്രണത്തിൽ ആണ് അവിടെ ജുമുഅക്ക് നടക്കുന്നത്. അല്ലാഹു തആല ലോക മനുഷ്യർക്ക് സമാധാനം നൽകട്ടെ. ലോക രാജ്യങ്ങളിൽ സമാധാനം ഉണ്ടാവട്ടെ. നമ്മുടെ രാജ്യത്തും സമാധാനം അല്ലാഹു നിലനിർത്തി തരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. മസ്ജിദുൽ അഖ്സായിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു കയറുകയാണ്. റളിയല്ലാഹു അൻഹു. ബൈത്തുൽ മുഖദ്ദസിന്റെ ഈ മോചനം ഖിയാമത്തിന്റെ അടയാളങ്ങളിലുണ്ടെന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് 10 മണിയാകുമ്പോഴേക്ക് എല്ലാം അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഞാൻ ഇൻഷാ അല്ലാഹ് വിഷയാവതരണം ഒരു 12-13 മിനിറ്റ്, ഒരു 15 മിനിറ്റിനുള്ളിൽ അവസാനിപ്പിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അല്ലാഹു തആല നമ്മുടെ മക്കളൊക്കെ പരീക്ഷയ്ക്കിരിക്കുകയാണ്. അവർക്കൊക്കെ ഉന്നത വിജയം അല്ലാഹു നൽകട്ടെ. നമ്മളിവിടെ നിയമപാലകന്മാർ അവർക്ക് റൂൾസ് ഉണ്ട്, നമ്മളത് പാലിക്കാൻ കടപ്പെട്ടവരാണ്. എന്നാലും ഇങ്ങനെ ഒരു റോഡ് സൈഡിൽ വളരെ മനോഹരമായൊരു പ്രോഗ്രാം ചെയ്യാൻ അവരൊക്കെ ചെയ്തു തന്ന അവരുടെ സഹകരണം, അതിൻ്റെ കോപ്പറേഷൻ, നമ്മളവരോട് നന്ദി പറയാണ്. നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ആർക്കുമില്ലാത്ത വിധത്തിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് പരിപാടിയുടെ സമാപനത്തിലേക്ക് കടക്കാൻ സമയമായി. ഉമർ റളിയല്ലാഹു അൻഹു ബിലാൽ എന്നവരെ വിളിച്ചു. ബിലാലേ, അപ്പോഴേക്കും നബി തങ്ങൾ വഫാത്തായി 8 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ബിലാലെ, നിങ്ങളാ വാങ്കൊന്ന് വിളിക്കുമോ? പറ്റില്ല നടന്നവരെ, പറ്റില്ല. പറയരുത് എന്നോട്. ബിലാൽ, ഇത് മസ്ജിദുൽ അഖ്സയാണ്. ഇവിടെ വാങ്ക് വിളിച്ചിട്ട് എത്ര കാലമായി? പരിശുദ്ധ ഹബീബിന്റെ കാലത്ത് ഹബീബായ നബി തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങ് വാങ്ക് വിളിച്ച പോലെ ഒന്ന് വാങ്ക് വിളിക്കുമോ? അമീറുൽ മുഅ്മിനീനെ, എന്നൊന്ന് ഒഴിവാക്കി തരുമോ? ഉണർന്നവർ കാണുകയാണ്. പറയാ, ഒന്ന് വാങ്ക് കൊടുക്ക് ബിലാലെ, നിങ്ങൾ വാങ്ക് വിളിക്കണം. സ്വഹാബിമാര് പറഞ്ഞു, യാ ബിലാൽ ഇത്തഖില്ലാഹ് സഅലക അമീറുൽ മുഅ്മിനീൻ. ബിലാലെ, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണ്ടേ? അമീറുൽ മുഅ്മിനീൻ അല്ലേ നിങ്ങളോടാ പറയുന്നത്. കേട്ടൂടെ? ഒന്ന് വാങ്ക് വിളിച്ചൂടെ? എന്നാ പിന്നെ കൊടുക്കാം. ഹബീബ് വഫാത്തായതിൽ പിന്നെ ആദ്യമായി വാങ്ക് വിളി വീരുകയാണ് മസ്ജിദുൽ അഖ്സയുടെ മുകളിൽ നിന്ന്. മഹാനായ സ്വലാഹുദ്ദീൻ അയ്യൂബി കുരിശുയുദ്ധങ്ങളിലൂടെ ആ പരിശുദ്ധമായ മണ്ണിനെ മോചിപ്പിച്ച ചരിത്രം ആവർത്തിക്കാൻ പോകുന്നതിന്റെ മുമ്പ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലത്ത് ആ പരിശുദ്ധമായ പള്ളി മുനാരങ്ങളിലൂടെ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വാങ്ക് വിളിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ കൂടെയുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സ്വഹാബിമാർ കരയാൻ തുടങ്ങി. വകാന അശദ്ദഹും ബുകാഅൻ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. സ്വഹാബിമാർ കരയാൻ തുടങ്ങി. കിബാറു സ്വഹാബ കരയുകയാണ്. സ്വഹാബകളിലെ പ്രമാണിമാരായ പ്രഗൽഭരായ മുഴുവൻ ആളുകളും കരയുന്നു. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വാങ്കൽ ഉയരുന്നു.
എത്രയോ വർഷങ്ങൾക്ക് പിന്നിലേക്ക് അവർ സഞ്ചരിച്ചു കഴിഞ്ഞു. ഹബീബിന്റെ യുഗത്തിലേക്ക് അവർ നീങ്ങിക്കഴിഞ്ഞു. അരിഹ്നാ ബിഹാ യാ ബിലാൽ, ബിലാലെ നിങ്ങൾ ആ വാങ്കൊന്ന് വിളിക്കണേ, ആ വാങ്കിന്റെ ശബ്ദം കൊണ്ടൊരു സമാധാനം നൽകണേ എന്ന് ഹബീബ് പറഞ്ഞ കാലം ചരിത്രത്തിലേക്ക് അവർ തിരിഞ്ഞു നോക്കുകയാണ്. കൂട്ടക്കരച്ചിലായിരുന്നു അന്ന്, കൂട്ടക്കരച്ചില്. അതിനുശേഷം ബിലാൽ എന്നവര് പിന്നെ വാങ്ക് വിളിച്ചില്ല. ഷാമിൽ മഹാനവറുകൾ ഒറ്റക്ക് തന്റെ ഭാര്യ ഹിന്ദ് റളിയല്ലാഹു അൻഹയുടെ കൂടെ താമസിച്ചു കൊണ്ടിരിക്കുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന് മദീന മുനവ്വറയിലെ രാജകുമാരൻ നമ്മുടെ മെഹബൂബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങൾ ബിലാൽ എന്നവരെ വിളിക്കുകയാണ്. മദീനയിലേക്ക് വിളിക്കുന്നു. സ്വപ്ന ദർശനമുണ്ടാകുന്നു. ബിലാൽ എന്നവർ ഹബീബിന്റെ വഫാത്തിന് ശേഷം പിന്നെ മദീനയിലേക്ക് പോയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ മദീനയിൽ നിന്ന് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സാറഹു വജ്ഹുർ റസൂൽ, ഹബീബായ നബി തങ്ങളുടെ പരിശുദ്ധമായ മുഖം സ്വപ്നത്തിൽ കാണുകയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരി തങ്ങൾ കൊണ്ടുവന്ന ഹദീസിലുണ്ടല്ലോ, മൻ റആനി ഫിൽ മനാമി ഫസൗഫ യറാനി ഫഇന്ന ശൈത്വാന ലാ യതമസ്സലു ബി. വേറെയും വാക്കുകളിൽ ഈ ഹദീസ് വന്നിട്ടുണ്ട്. ഹബീബിനെ കാണുന്നവർ ഹബീബിനെ തന്നെയാണ് കാണുന്നത്. ഹബീബിനെ കാണുന്നവർ ഹബീബിനെ തന്നെയാണ് കാണുന്നത്. റസൂലുള്ളാഹി തങ്ങൾ ഒരു ചോദ്യം ചോദിക്കുന്നു. ബിലാൽ തങ്ങൾ സന്തുഷ്ടനാണ്, ഹബീബിനെയാണ് കാണുന്നത് സ്വപ്നത്തിൽ. ഹബീബിനെ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ മിൻ ലൈലത്തിൻ ഇല്ലാ വഅറാ ഹബീബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം. ഹബീബായ തങ്ങൾക്ക് 10 കൊല്ലം ഖിദ്മത്ത് ചെയ്ത അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, എൻ്റെ ഹബീബിനെ സ്വപ്നം കാണാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഹബീബിന്റെ വഫാത്തിന് ശേഷം അനസ് റളിയല്ലാഹു അൻഹു എല്ലാ രാത്രിയിലും സ്വപ്നം കണ്ടിട്ടുണ്ട് ഹബീബിനെ. എന്തൊരു ഭാഗ്യമാണത്. മാ മിൻ ലൈലത്തിൻ ഇല്ലാ വഅറാ ഹബീബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് കരയുമായിരുന്നു മഹാനായ അനസ് റളിയല്ലാഹു അൻഹു. ഹബീബായ നബി തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നു ബിലാൽ എന്നവര്. എന്താണാവോ ഹബീബിന് പറയാനുള്ളത്? എത്രയാണ് ഹബീബിന്റെ കൂടെ യാത്ര ചെയ്തത്? എത്ര നേരമാണ് ഹബീബിന്റെ കൂടെ നടന്നത്? അരിഹ്നാ ബിഹാ യാ ബിലാൽ, വാങ്ക് വിളിക്കുന്ന മുഴുവൻ ആളുകളും അബ്ശിറൂ, സന്തോഷിച്ചോളൂ, അത് ബിലാൽ തങ്ങളുടെ ലെഗസിയാണ് നിങ്ങൾ കൈമാറ്റം നടത്തുന്നത്. ആ പാരമ്പര്യമാണ് നിങ്ങൾ കൊണ്ടു നടക്കുന്നത്. ഹബീബിന് ഇഷ്ടമായിരുന്നു അത്. വാങ്ക് വിളിയുടെ ശബ്ദം ഉയരുന്നിടത്ത് പിശാച് പോലും ഓടിക്കളയുമെന്ന് ഹബീബല്ലേ പറഞ്ഞത്. പൈശാചിക ശല്യമുള്ളിടത്ത് വാങ്ക് വിളിക്കാനല്ലേ മഹാനായ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത്. അത്രയും മനോഹരമായ ആ ഒരു വാങ്കുലി മദീനയിൽ മുഴക്കി ഹബീബിന്റെ വഫാത്ത് നടന്നപ്പോൾ മദീന വിട്ട് ഷാമിലേക്ക് പോയ മഹാനായ ബിലാൽ എന്നവരെ സ്വപ്നത്തിൽ വന്ന് സന്ദർശിക്കുന്നു ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഹബീബിന് ബിലാൽ എന്നവരോട് പറയാനുള്ളതെന്നറിയുമോ? മരിച്ചു കഴിഞ്ഞാൽ എല്ലാം തീർന്നു എന്ന് വിചാരിക്കുന്ന ആളുകൾ ഹജ്ജിന് പോയാൽ പോലും ഹബീബിനെ മദീനയിൽ ചെന്ന് കണ്ട് സലാം പറയാൻ മനസ്സ് വരാത്ത ദൗർഭാഗ്യമുള്ള ആളുകളെ ഒന്ന് ചെവി തുറന്ന് കേൾക്കണേ. നിങ്ങൾ മുസ്ലിമീങ്ങളാണെങ്കിൽ, ഈമാനുണ്ടെങ്കിൽ അത്ര മതി. ഹബീബിന് എന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്നവരെ, 1,00,000 കൂലി മക്കത്തല്ലേ മദീനത്ത് 1000 ഉള്ളൂ എന്ന് ചോദിക്കുന്നവരെ, മക്കത്ത് 1,00,000 ഉണ്ടെന്ന് നിനക്ക് പറഞ്ഞു തന്നത് ആരാണ്? മദീനയിൽ കിടക്കുന്ന ഹബീബല്ലേ. അവിടത്തോട് നന്ദി വേണ്ടേ? ഹബീബായ നബി തങ്ങൾ ബിലാൽ എന്നവരോട് സ്വപ്നത്തിൽ വന്ന് ചോദിക്കുകയാണ്, ഹജർതനാ യാ ബിലാൽ മാ ഹാദിഹിൽ ജഫാഉ യാ ബിലാൽ അമാ തസൂറുനാ. ബിലാലേ, നിങ്ങൾ എന്നോട് പിണങ്ങിയോ ബിലാലേ? ഹജർതനാ, എന്നെ ഒഴിവാക്കിയോ ബിലാലേ? മാ ഹാദിഹിൽ ജഫാഉ യാ ബിലാൽ, എന്താ ബിലാലേ ഈ പിണക്കം? എന്താണ് ഈ പിണക്കം? അമാ തസൂറുനാ, എന്നെ വന്ന് കാണാൻ വരുന്നില്ലേ ബിലാലേ? നിങ്ങൾ എന്താണ് എൻ്റെ അരികത്തേക്കൊന്ന് വരാത്തത്? ഹബീബ് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം.
ലോക പ്രശസ്തമായ സംഭവമല്ലേ ഇത്? മുഅർരിഖീങ്ങൾ മുഴുവൻ ആളുകളും രേഖപ്പെടുത്തിയ സംഭവമല്ലേ ഇത്? യാ മൻ യഇസ്സു അലൈനാ അൻ നുഫാരിഖഹും വിജ്ദാനുനാ കുല്ല ശൈഇൻ ബഅദകും അദമു. ബിലാലേ, എന്നെ കാണാൻ എന്താ വരാത്തത്? എന്നോട് സലാം പറയാൻ എന്താ വരാത്തത്? എന്റെ റൗദയിലേക്കൊന്ന് വന്ന് സലാം എന്താ പറയാത്തത്? ഹബീബിന് പിണക്കം തോന്നി. എന്റെ ബിലാൽ എന്തേ എന്നെ കാണാൻ വരാത്തത്? ആ രാത്രിക്ക് രാത്രി എഴുന്നേറ്റു ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. നോക്കുമ്പോൾ സുബ്ഹിയായിട്ടില്ല. വേഗം വുദു എടുത്തു, 2 റക്അത്ത് നിസ്കരിച്ചു. അങ്ങനെ കരയാൻ തുടങ്ങി. ഭാര്യ ചോദിച്ചു, എന്താണ് ബിലാലെ നിങ്ങൾ ഇന്ന് എഴുന്നേറ്റിരുന്ന് കരയുന്നത്? എന്റെ ഹബീബ് എന്നോട് ചോദിച്ചു, ബിലാലെ, വർഷങ്ങൾ എത്രയായി നിങ്ങൾ മദീനയിൽ വന്നു പോയിട്ട്, നിങ്ങൾ എന്താണ് എന്നെ കാണാൻ വരാത്തത് ബിലാലെ? ഞാൻ മദീനത്തേക്ക് പോവാണ്. 2000-ഓളം കിലോമീറ്റർ യാത്ര ചെയ്യണം. ഫ്ലൈറ്റുകളില്ല, ബസ്സുകളില്ല, കാറില്ല, ഒട്ടകപ്പുറത്തോ നടന്നിട്ടോ വേണം പോകാൻ. മദീന വരെ ഞാൻ പോകുന്നു. ഈ പോക്ക് ഹബീബ് വിളിച്ചുള്ള പോക്കാണ്. മരണാനന്തരം ഹബീബിന്റെ സ്വപ്നത്തിൽ വന്നുള്ള വിളിയാണിത്. ഈ ഉമ്മത്തിനെ തർബിയത്ത് ചെയ്യുകയാണ് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തുൽ ഫജ്ർ, സുബ്ഹി നിസ്കാരം കഴിഞ്ഞു. സുബ്ഹി നിസ്കാരം കഴിഞ്ഞു. ബിലാൽ എന്നവർ യാത്ര പുറപ്പെടുകയാണ്. ഒട്ടകം ഒരുക്കി വെച്ചു. ഞാൻ പോകുന്നു മദീനയിലേക്ക്. ഈ പോക്ക് വെറുതെയുള്ള പോക്കല്ല. മദീനയിലെ അമീർ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കാണാനുള്ള പോക്കല്ല. ഈ പോക്ക് ഹബീബിനോട് സലാം പറയാനുള്ള പോക്കാണ്. ഇത് റൗള ഷരീഫിൽ ചെന്ന് മുത്തം നൽകാനുള്ള പോക്കാണ്. ഇത് ഹബീബിന്റെ പരിശുദ്ധമായ നെറ്റിത്തടം സാധ്യമല്ല. ആ പരിശുദ്ധമായ റൗളയിൽ ചെന്ന് ഹബീബിനോട് 1000 സലാം അടുത്തെന്ന് പറയാനുള്ള പോക്കാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഹബീബിന്റെ ജീവിതം അയവിറക്കാനുള്ള പോക്കാണ്. മദീനയിലേക്ക് യാത്ര തിരിച്ചു മുഅദ്ദിനു റസൂലില്ലാഹ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ദിവസങ്ങളെടുത്തുള്ള യാത്ര. 40 ദിവസം കഴിഞ്ഞിട്ടാണ് മദീനയിൽ എത്തുന്നത് എന്നാലോചിക്കണം. 40 ദിവസത്തെ യാത്ര. വൺ സൈഡാണ് 40.